280 ദിവസമാണ് ഒരു മനുഷ്യ സ്ത്രീയുടെ പ്രസവ കാലാവധി എന്ന് പറയുന്നത്. ഈ 280 ദിവസവും ഒരു തപസ്യ പോലെ ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള കുട്ടികളെ ഈ ഭൂമിക്ക് സമ്മാനിക്കാൻ സാധിക്കുന്ന പറയുന്നത്. ഉദാഹരണം പ്രഹ്ലാദൻ അസുരകുലത്തിലെ അസുര ചക്രവർത്തിയുടെ മകനാണ്. എന്നിട്ടും ഗർഭാവസ്ഥയിലിരിക്കുമ്പോ അമ്മ നാരദമുനിയുടെ ആശ്രമത്തിലായിരുന്നല്ലോ. ആ സമയത്ത് സത്സംഗം ഉണ്ടാവുകയും ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കാനും ആധ്യാത്മിക കാര്യങ്ങൾ കേട്ട് പഠിച്ച് വളരാനും സാധിച്ചുകൊണ്ടാണ് പ്രഹ്ലാദൻ ഏറ്റവും ഉത്തമനായിട്ടുള്ള ഭഗവാന്റെ ഭക്തനും ഏറ്റവും നല്ല ചക്രവർത്തിയും ഒക്കെ ആയിത്തീരുന്നത്. ഒരു ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയുടെ ഉദരത്തിൽ വളരുന്ന ശിശു ആ അമ്മയുടെ എല്ലാ വികാര വിചാരങ്ങളും അറിയുന്നുണ്ട്. ശ്രീകൃഷ്ണൻ സുഭദ്രയ്ക്ക് ചക്രവ്യൂഹം ഉപദേശിച്ചു കൊടുക്കുമ്പോൾ ഗർഭാവസ്ഥയിൽ ഇരുന്നുകൊണ്ടാണ് അഭിമന്യു അത് കേൾക്കുന്നതും പഠിക്കുന്നതും. ആ കഥ കൂടി ഇതിനൊരു തെളിവാണ്. അമ്മയുടെ വികാര വിചാരങ്ങൾ അതുപോലെ നിയന്ത്രിക്കണം. ക്ഷമ, ദയ, ഇതുപോലുള്ള സാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങള് ഇതൊക്കെ കഴിച്ച് അമ്മ ഒരു തപസ്യ പോലെ ആ ഗർഭാവസ്ഥ ആ 280 ദിവസവും കൊണ്ടു നടക്കുമ്പോഴാണ് അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്ന ആ ഒരു പ്രോഡക്റ്റ്, അതായത് ഒരു ആത്മാവിന് ആ ഒരു ശരീരം കൊടുക്കുന്ന പ്രോസസ്സാണല്ലോ അവിടെ നടക്കുന്നത്. മനുഷ്യരിൽ നന്മയുള്ളവർക്ക് എപ്പോഴും അവരെന്ത് ചെയ്യുമ്പോഴും അത് എന്തെങ്കിലും ഒരു ക്രിയേഷൻ ആയിക്കോട്ടെ, അത് ലോകത്തിന് ഉപകാരപ്രദമാകണമെന്ന് മാത്രമേ നല്ല മനുഷ്യർ ചിന്തിക്കുള്ളൂ, അല്ലെ? അപ്പൊ ഒരു സൃഷ്ടികർമ്മം നിർവഹിക്കുന്ന ഒരു അമ്മയുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഒരു നന്മയാണ് ഉണ്ടാവേണ്ടത്. അതായത് എന്റെ കുഞ്ഞിന് കൊണ്ട് സ്വാർത്ഥപരമായിട്ടുള്ള എന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമല്ല, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കണം എന്റെ ഒരു ശിശു, എന്റെ കുഞ്ഞെന്ന് പറയുന്നത്. അതിന് ആ അമ്മയുടെ മനസ്സ് ശുദ്ധിയാക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നാണ് ഞാനിപ്പോ പറഞ്ഞു തരുന്നത്. ലളിതാ സഹസ്രനാമം ദിവസവും ചൊല്ലാം, ഹനുമാൻ ചാലിസ ചൊല്ലാം, അല്ലെങ്കിൽ നാരായണീയത്തിലെ 100 ദശകങ്ങൾ ഓരോ ദിവസവും ഓരോ ദശകം വെച്ച് വായിച്ച് സമർപ്പിക്കാം. അങ്ങനെ 100 ദിവസം അങ്ങനെ പിന്നെയും വായിക്കാം. ആ 280 ദിവസവും നാരായണീയത്തിലെ ഓരോ ദശകങ്ങൾ വായിക്കാം. അല്ലെങ്കിൽ ഭാഗവതം എടുക്കുക, അതില് 12 സ്കന്ധങ്ങളിൽ ഓരോ അധ്യായങ്ങൾ എടുത്ത് ഓരോ ദിവസവും വായിക്കാം. നമ്മുടെ ധർമ്മം അനുസരിച്ച് ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരു 7 മാസം കഴിഞ്ഞാൽ ആ അമ്മ എന്ന് പറയുന്നത് ഈശ്വരന് സമാനാണെന്നാണ് പറയുന്നത്. നല്ല ഏറ്റവും നല്ല മക്കൾ ഈ ഭൂമിയിൽ ജനിക്കട്ടെ. ഈ കാര്യം ഞാനിപ്പോ പറയാൻ കാരണം തന്നെ എനിക്കൊരു കമന്റ് ആയിട്ടൊരു കുട്ടി ഇട്ടു, ഗർഭവതിയായിരിക്കുകയാണ്, ഞാൻ എന്ത് പുസ്തകമാണ് വായിക്കേണ്ടത്, അതിനുള്ള മറുപടിയാണിത്. ഇത് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.